വീഡിയോ എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഞാൻ ഇന്നലെ ഞാനിട്ട വീഡിയോയുമായിട്ട് സംബന്ധിച്ച് കുറച്ച് പേർക്കൊന്നും ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ വിഷ്ണു എന്ന് പറയുന്ന എന്റെ ഭർത്താവ് കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരുത്തിയെ വിളിച്ചുകൊണ്ട് വന്നു. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ പുരോഗമന ചിന്താഗതിയുള്ള ആളുകൾക്ക് ആർക്കും തന്നെ ദഹിക്കാത്ത ഒരു സബ്ജക്റ്റാണ്. കാരണം മറ്റൊന്നല്ല, ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്ന അവിഹിതമാണ്. ഈ ഒരു അവിഹിതത്തിന്റെ ടോപ്പിക്ക് നമ്മൾ എപ്പോൾ എടുത്ത് വീഡിയോ ചെയ്താലും അതിൽ താഴെ വരുന്ന ഒരു കമന്റ് ആണ്, നിനക്കൊന്നും വേറെ പണിയില്ലേ, ഇത് അവരുടെ കുടുംബ പ്രശ്നമല്ലേ, അത് സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് ചർച്ചയാക്കുന്നത് എന്നുള്ള നിരവധി ചോദ്യങ്ങൾ ഞങ്ങളെല്ലാം കമന്റ് ബോക്സുകളിൽ വരാറുണ്ട്. അങ്ങനെ കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സബ്ജക്റ്റ് ഞങ്ങൾ ആരുമല്ല അവരുടെ വീട്ടിൽ ചെന്ന് ചികഞ്ഞ് പെറുക്കി എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എടുത്തത്. അവർ തന്നെയാണ് പബ്ലിക്കിൽ വന്ന് ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഞങ്ങളൊക്കെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്യാഷ് കിട്ടും. ക്യാഷിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് യാതൊരു കുറ്റബോധവും ഞങ്ങൾക്ക് ആർക്കും തന്നെയില്ല. സോ ഗൈസ്, ഈ വീഡിയോയിൽ കണ്ട പെൺകുട്ടിയുടെ പേരാണ് ശില്പ ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം താരമാണ് ഈ പെൺകുട്ടി. ഈ പെൺകുട്ടി 16ാമത്തെ വയസ്സിൽ വിഷ്ണു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഒപ്പം ഒളിച്ചോടി പോകുന്നതാണ്. ഇപ്പോൾ 26 വയസ്സുണ്ട് ഈ പറയുന്ന ശില്പയ്ക്ക്. 2 കുട്ടികളുണ്ട്. ഭർത്താവ് തികഞ്ഞ ഒരു മദ്യപാനിയാണ്. ശില്പ സ്വന്തം കയ്യിൽ നിന്ന് ക്യാഷ് മുടക്കി അയാൾക്ക് ഒരു ഓട്ടോ വാങ്ങി നൽകി. ആ ഓട്ടോ നിരന്തരം പലയിടത്തും കൊണ്ട് ഇടിച്ചു കയറ്റുക, ആ ഓട്ടോ ഓടുന്ന ക്യാഷ് മദ്യപിച്ച് തീർക്കുക, ഇതൊക്കെയാണ് ഇയാളുടെ ഹോബി. അതുകൂടാതെ ആളൊരു കാട്ടുകോഴിയാണ്. നാട്ടിലുള്ള സകലമാന പെണ്ണുങ്ങളെ മെക്കിട്ട് കയറുന്ന ഒരു വൃത്തികെട്ട ജന്മമാണ് തന്റെ ഭർത്താവ് എന്നാണ് ശില്പ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ശില്പയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഭർത്താവും മറ്റൊരു യുവതിയും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ ശില്പ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ശില്പ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ശില്പയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാനൊരു വീഡിയോ കണ്ടത്. ആ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് പങ്കുവെക്കുകയാണ്. വീഡിയോ എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഞാൻ എടുക്കും. വീഡിയോ എടുക്കും. അവളുടെ വീഡിയോ ഞാൻ എടുക്കും. ഈ നിൽക്കുന്ന നാറിയുടെ കൂടെയാണ് മൂന്നോ രണ്ടോ പിള്ളേരെങ്ങാണ്ടുണ്ട് ഇവക്ക്. അതുങ്ങളെയും കളഞ്ഞ് കെട്ടിയോനെയും കളഞ്ഞ് വെച്ച് ഇവള് ഇറങ്ങി വന്നേക്കാം. സ്വന്തം ഭർത്താവിനെ വിളിക്കുന്നത് നാറി. അത്രത്തോളം ആ പെണ്ണ് സഹിച്ചു കാണും. അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ വിളിക്കുന്നത് നാറി എന്ന്. വീഡിയോ എടുക്കട്ടെ, ഇവളുടെ വീഡിയോ എടുക്കട്ടെ. ഇവളെന്നെ ഞാൻ പണിയെടുത്ത കാശ് ഇവള് കുറെ തിന്നതാ. ഞാൻ പണിയെടുത്ത കാശ് എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ലാത്തൊരു പോലീസ് സ്റ്റേഷനും കുറെ പോലീസുകാരും. കുറച്ചുകൂടെ കട്ടടി, കണ്ണ് കാണാടി നിന്റെ. ആ ഒളിച്ചു നിക്ക്. ആ ഞങ്ങൾ വരാതെ കൊടുക്കാൻ വന്നവരാ. ഇറങ്ങടി. ഇനി ആ പുള്ളിനെ കൂടെ പിടി. എന്റെ കെട്ടിയാനെ പിടിച്ചത് പോരാ. കിട്ടിയ അടി ഓർമ്മയുണ്ടെങ്കിൽ നീ എരുമേലിക്ക് വന്നേ. മക്കളെയും കെട്ടിയവനെയും കളഞ്ഞ് ഇവൾ ഇന്ന് ഇവന്റെ കൂടെ വന്നിട്ടുണ്ട്. ഇവള് നാളെ വേറെ അവന്റെയും കൂടെ ചാടിപ്പോവും. എരുമേലി പോലീസുകാരുടെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ സംസാരം കേട്ടാൽ ഞാൻ എവിടെ ഒളിച്ചോടിപ്പോയി എന്നെ പിടിച്ചോണ്ട് വന്ന പോലത്തെ സംസാരമാണ്. ശില്പ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പോലീസുകാർ നിരന്തരം ഇത്തരത്തിലുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അതൊരു പുത്തരിയല്ല. കാരണം ഇവരുടെ മുന്നിൽ വരുന്ന വിഷയങ്ങൾ അവർ ക്യാഷ്വലായിട്ട് തള്ളിക്കളയത്തുള്ളൂ. 18 വയസ്സ് പൂർത്തിയായ ഒരു ഇന്ത്യൻ പൗരനാണ് ഈ പറഞ്ഞ വിഷ്ണു. അതേപോലെ തന്നെ 18 വയസ്സ് പൂർത്തിയായ മറ്റൊരു വ്യക്തിയാണ് ആ യുവതി. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിച്ച് ജീവിക്കാനാണ് ഇഷ്ടമെന്ന് പറയുകയാണെങ്കിൽ പോലീസുകാർ അതിനുള്ള കാര്യങ്ങളെ ഏർപ്പാടാക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ പറഞ്ഞു വിടാനുള്ള നിയമവശങ്ങളൊന്നും തന്നെ ഈ പറയുന്ന പോലീസുകാർക്കില്ല. എന്നാൽ ഈ ഒരു വിഷയത്തിനകത്ത് ശില്പയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ലീഗലി ഡിവോഴ്സ് വാങ്ങി സെപ്പറേറ്റ് ആവുക എന്നുള്ളതാണ്. അല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാൾ ഇവരായിട്ട് ചുറ്റിക്കാം. അത് ഡിവോഴ്സ് കൊടുക്കാതെ ഇവരെ ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കാം, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് തകരുന്നത് നിങ്ങളുടെ ജീവിതം കൂടിയാണ്. ആ കാര്യം ശില്പ ഒന്ന് ഓർക്കുക. എന്നാൽ ഈ ഒരു വിഷയത്തിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഈ 16ഉം 17ഉം വയസ്സുള്ള സമയത്ത് കണ്ട ആണുങ്ങളുടെ കൂടെ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികൾക്ക് ഇതൊരു പാഠമായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, അവനൊക്കെ ഒരു മൂപ്പിന് നിങ്ങളുമായിട്ട് പോകും, ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അവന്മാർക്ക് മടുക്കുമ്പോഴത്തേക്ക് കണ്ടവളന്മാരുടെ പുറകെ അവന്മാർ പോകും, നിങ്ങൾ പെരുവഴിയിലാവും. അതുകൊണ്ട് തന്നെ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കുക. പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ ആയ ശേഷം വീട്ടുകാർ കാണിച്ചു തരുന്ന ആളെ വിവാഹം കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ അയാളെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുക. അതിന് വീട്ടുകാർ വില്ലിങ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ച് ജീവിതം ആരംഭിക്കുക. അപ്പോഴും നിങ്ങളൊരു കാര്യം ഓർക്കണം, ഒരു തൊഴിൽ നിങ്ങൾ പഠിച്ചിരിക്കണം, നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നാളെ പെരുവഴിയിലാവും. എന്തായാലും ശില്പയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല. അവർ കൃത്യമായിട്ട് ഒരു ജോലിക്ക് പോകുന്നുണ്ട്. അവർ ഫിനാൻഷ്യലി അത്യാവശ്യം സ്റ്റേബിൾ ആണ്. അല്ലെങ്കിൽ ഈ ശില്പ കരഞ്ഞ് കണ്ണ് കലങ്ങി വരുന്ന ഒരു വീഡിയോ ആയിരിക്കണം നമ്മൾ കാണേണ്ടത്. എന്നാൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്ന് മാത്രമാണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഇന്നലെ ഞാനിട്ട വീഡിയോയുമായിട്ട് സംബന്ധിച്ച് കുറച്ച് പേർക്കൊന്നും ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ വിഷ്ണു എന്ന് പറയുന്ന എൻ്റെ ഭർത്താവ്
കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരുത്തിയെ വിളിച്ചുകൊണ്ട് വന്ന് 7 ദിവസമായിട്ട് ഞങ്ങൾ ഞാനും വിഷ്ണു പിള്ളേരും വേറെ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മാറി വിഷ്ണുവിന്റെ സ്വന്തം വീട്. ആ വീട്ടിൽ അവർ അച്ഛനോ അമ്മയോ ആരും ഉണ്ടായിരുന്നില്ല. അച്ഛൻ എവിടെയോ താമസിച്ചു പണിക്ക് പോയി, അമ്മയും ഹോം നേഴ്സായിട്ട് എവിടെയോ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് ഇവൻ ഞാനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്കിട്ട് പണിക്ക് പോകും, പിന്നെയും വരും തന്നെ. അപ്പം ഞാനും അത് കാര്യം വെക്കാൻ പോയില്ല. 7 ദിവസമായിട്ട് ഇവളെ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്നലെ വൈകുന്നേരം ഇവള് താഴത്തെ കടയിൽ സോപ്പ് പൊടി മേടിക്കാൻ ചെന്നപ്പം അവർ ചോദിച്ചു ആരാന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ വിഷ്ണുവിന്റെ ഭാര്യയാണ്. അപ്പോൾ അവർ ചോദിച്ചു വിഷ്ണുവിന്റെ ഭാര്യയായിട്ട് ഞങ്ങൾക്ക് ശില്പനെ മാത്രം അറിയത്തുള്ളൂ, നീ ഏതാണെന്ന് ചോദിച്ചു. അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പുവശങ്ങൾ നാട്ടുകാരൊക്കെ അറിഞ്ഞു വരുന്നത്. ഇവളെ ഇന്നപോലെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കുമായിരുന്നു എന്നൊക്കെ. ഇപ്പം ഇവളുടെ വീട്ടിൽ നിന്ന് മിസ്സിംഗ് ആയിട്ട് എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ട് ഇവളെ കാഞ്ഞിരപ്പള്ളി സ്റ്റേഷൻ ലിമിറ്റ് ആയിരുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ ഇവളുടെ കെട്ടിയോനെ മക്കളെ ഇവർക്ക് പിള്ളേരൊക്കെ ഉണ്ട്, പ്രായവൃത്തിയായത് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്. ആ കൊച്ചുങ്ങളെ കെട്ടിയോനെ വന്നപ്പം എനിക്ക് വിഷ്ണുവിന്റെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ ഇവള് ഇറങ്ങിത്തുള്ളി പോകണം ഈ വീട്ടിലോട്ട്. അപ്പം ഇവിടെ വന്ന് അമ്മായിയമ്മയെ അറിയുന്നില്ല. അപ്പൊ കടയിലെ പുള്ളിക്കാരിയാണ് വിളിച്ച് അമ്മായിയമ്മയോട് പറഞ്ഞിട്ട് അമ്മായിയമ്മ ഇന്നലെ കോട്ടയത്ത് നിന്ന് ഇവിടെ വീട്ടിൽ വരും, എരുമേലി വന്നിട്ട് എന്നെ വിളിച്ചു. ഇതുപോലെ ശില്പ ഇന്നപോലെ ഒരു സംഭവം ഉണ്ട്, ഉണ്ണി ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഒരു സോപ്പ് പൊടിയാണ് ഇവന്റെ അവിഹിതം പൊക്കിയത്. കാരണം ഈ പെൺകുട്ടി അറിഞ്ഞില്ല ഇവൻ സ്വന്തം വീട്ടിലേക്ക് മറ്റൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നത്. ഇവർ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാകാറുണ്ട്. അങ്ങനെ വഴക്കുണ്ടാകുമ്പോൾ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാറുണ്ട്. അങ്ങനെ പോയിട്ട് 2 ദിവസം കഴിയുമ്പോൾ വരും. അതാണ് പതിവ്. ആ ഒരു പതിവായിരിക്കുമെന്ന് കരുതിയാണ് ഈ പെൺകുട്ടി ഇരുന്നത്. പക്ഷെ അവൻ നൈസായിട്ട് മറ്റൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കയറ്റിയ കാര്യം ഈ പെണ്ണ് അറിഞ്ഞില്ല. ഇട്ട വേഷത്തിലാണ് ഞാനും ചെല്ലുന്നത് ഈ സംഭവം അറിഞ്ഞിട്ട്. പക്ഷെ ഇവളെ ചൊല്ലി ഞങ്ങളുടെ വീട്ടിൽ പലതവണ പ്രശ്നങ്ങളും ഞാൻ പലതവണ ലൈവുകളും പല കാര്യങ്ങളും ഞാൻ പലതവണ ഞാൻ ഈ സോഷ്യൽ മീഡിയ തന്നെ ഇട്ടിട്ടുണ്ട്. എന്തിനാണ് വെറുതെ അവനവന്റെ പല്ലിനിടെ കുത്തി നാറ്റിക്കുന്നതെന്ന് ഓർത്തിട്ട് ഞാനത് പിന്നീട് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇവൻ നാട്ടുകാരോട് മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നത് ശില്പയുടെ കയ്യിലെ കുഴപ്പമാണ്, ശില്പ പ്രശ്നക്കാരിയാ, ശില്പ കാരണമാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ എത്രയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എത്ര കേസുകളാണ് പിടിക്കുന്നത്. ഇവളൊരുത്തി തന്നെയല്ല എന്റെ കെട്ടിയവൻ നല്ലവനാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇവൻ ഒരു കേസല്ല, ഇവൻ ഒരുപാട് കേസുകൾ. അങ്ങനെ കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. കാരണം ഭാര്യ എന്ന നിലയിൽ ചിലർ പറയുന്നുണ്ട് നീ ഭാര്യയായിട്ട് നീ കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കാതെ ഫോണിൽ നോക്കി റീൽസും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ വീട്ടിൽ ഫോണും നോക്കുന്നുണ്ട്, കഞ്ഞിയും കറിയും വെക്കുന്നുണ്ട്, കൊച്ചുങ്ങളുടെ കാര്യം നോക്കുന്നുണ്ട്. എരുമേലി വന്ന് തിരക്കിയാൽ അറിയാം. കാരണം ഞാൻ അതുപോലെയാണ്, എന്റെ ഫാമിലി ഞാൻ കൊണ്ടുപോകുന്ന അതുപോലെയാണ്. ഇപ്പൊ വിഷ്ണു എന്ന് പറയുന്നവന് എന്നിട്ട് ഞാൻ പറയുന്നത് ഞാൻ ഇവന്റെ കൂടെ സെക്ഷൽ റിലേഷൻ മാത്രം ഞാൻ ചെയ്യാൻ ഒരുപാട് കേസുകെട്ടുകൾ പെണ്ണുങ്ങൾ ഇവിടെ പിടിച്ചത് കൊണ്ടാണ് എനിക്ക് പേടിയുണ്ട് വല്ല ചെവി വന്ന് ഞാൻ ചത്തുപോയി എന്റെ കൊച്ചുങ്ങൾ കളയില്ലാതെ വരും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കോൺടാക്ട് മാത്രമാണ് ഞാൻ ഇവന് ഇല്ലാഞ്ഞത്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു നീ ഈ കേസുകെട്ടുകളൊക്കെ നിർത്തി പിള്ളേർ വളർന്നു വരും, ഒരു പെങ്കൊച്ചുണ്ട്. ഇതൊന്നും ഇവന് കൂസലല്ല. അതുപോലെ തന്നെ ഇവൻ എന്ന് പറഞ്ഞാൽ വിയർപ്പിന്റെ അസുഖമുള്ളവൻ, ഇവന് പണിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവൻ. ഇവൻ അഥവാ പണിക്ക് പോയാൽ പൈസയ്ക്ക് മൊത്തം വെള്ളം അടിക്കും. ഇവനെ കട്ടപ്പനയിൽ പുളിയമ്മല എന്ന് പറയുന്ന അവദർശനയിൽ ട്രീറ്റ്മെന്റ് എടുത്താണ് വെള്ളം അടിച്ചടിച്ച്. അതുപോലെ തന്നെ മുക്കൂടുതർ അസീസിയിൽ എന്റെ ഒരു 10,70,000 രൂപ ക്യാൻറ്റീനിലും അവിടുത്തെ ഫീസും അവിടുത്തെ അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഇവൻ തിന്നു മുടിപ്പിച്ചത് ഒരു 35,000 രൂപ ക്യാൻറ്റീനിലെ വേറെ പൈസ എല്ലാം കൂടെ ചേർത്ത് 1 ലക്ഷം രൂപ എനിക്ക് SEC ചെലവായിട്ടുണ്ട്. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഇത് മുന്നോട്ട് പോകുന്നത്. കാരണം എനിക്ക് എന്റെ പൊന്നു പെങ്ങളെ എന്തിനാണ് ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്തത്? അവനെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല നിങ്ങൾക്ക്. അതായത് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ 10 പൈസ നിങ്ങളുടെ കുടുംബത്തിലേക്ക് അവനൊരു വരുമാനം കൊണ്ട് തരുന്നില്ല. കിട്ടുന്ന ക്യാഷ് മുഴുവൻ വെള്ളം അടിച്ച് തീർക്കുന്നു. കണ്ട പെണ്ണുങ്ങളെ മെക്കിട്ട് കയറി പോകുന്നു. ഇങ്ങനെയുള്ള ഒരു നായിന്റെ മോനെ എന്തിനാണ് നിങ്ങൾ വീണ്ടും ചുമക്കുന്നത്? ആ ടൈമിൽ ലീഗലി ഡിവോഴ്സും വാങ്ങിയിട്ട് നിങ്ങളുടെ കൊച്ചുങ്ങളെ നോക്കി അതുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. അത് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ഇങ്ങനെയുള്ള നാറീനൊക്കെ തീറ്റിപ്പോരുന്നതിനും ഭേദം നല്ല പട്ടീനെ മേടിച്ച് വളർത്തുന്ന അത് നന്ദി കാണിക്കും. പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ ഞാൻ ഇവൻ എന്നെ കൊണ്ടുവന്നു. എന്റെ 16 വയസ്സിൽ ഇവൻ എന്നെ കൊണ്ടുവന്ന് ഇവന്റെ കൂടെ കൂട്ടിയത് ഇപ്പൊ 10 വർഷം കഴിഞ്ഞ് 26 വയസ്സായിരിക്കും. അപ്പൊ എന്റെ കൗമാരപ്രായത്തിൽ എന്റെ മനസ്സിൽ ഇവനോടുള്ള ആ സ്നേഹം ഇപ്പോഴും എനിക്കുണ്ട്. കാരണം എന്താ പറയുക, ഇവൻ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വരെ ചെയ്തത് എന്റെ മൈൻഡിലില്ല. കാരണം പണ്ടത്തെ ഇവൻ എന്റെ മോളെ പിള്ളേരെ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ഇവൻ എന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇവന്റെ വീട്ടിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയി ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചപ്പോൾ ഞങ്ങൾ നല്ല നല്ല മൊമെന്റ്സ് മാത്രമേ എന്റെ ഓർമ്മയിലുള്ളൂ. കാരണം അത് ഒരു ട്രോമ പോലെ എന്റെ മനസ്സിൽ കിടക്കും. ആ ഒരു സാധനം എന്റെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ എനിക്ക് ഒരു കോപ്പുമല്ല. എനിക്ക് ആരെ ഒന്നും കാണിക്കാനില്ല. ഞാൻ പറഞ്ഞു തന്നെ ഇവന് വിയർപ്പിന്റെ അസുഖമുള്ളവനാണ്. ഇവന് വിയർപ്പിന്റെ അസുഖമുള്ളവൻ ഇവൻ കൂലിപ്പണി എടുക്കുമ്പോൾ വിയർക്കണ്ടല്ലോ നോക്കി ഞാൻ എന്റെ ഉള്ള സേവിങ്സ് വെച്ച് ഒരു ഓട്ടോ മേടിച്ചു കൊടുത്തു. ആ ഓട്ടോ ഓടാൻ പോകാതെ ഇവൻ രാവിലെ കാഞ്ഞിരപ്പള്ളിക്ക് പോയി ഇവളെ കൊണ്ട് കറക്കവാ. എന്നിട്ട് വണ്ടിക്ക് അത് പണിയാ ഇത് പണിയാ, വണ്ടിയുടെ ഫ്രണ്ട് പോയി വണ്ടിയുടെ സകലതും പോയി എന്ന് പറഞ്ഞ് QR കോഡ് ഇട്ട് തരിക, ക്യാഷ് മേടിക്കുക. ഞാൻ ഇവനെ ഡിലീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് പോയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ എന്റെ ഇവനുമായിട്ടുള്ള ചാറ്റ് കാണിച്ചേനെ. ഞങ്ങൾ തമ്മിലുള്ള ചാറ്റ് എന്ന് പറഞ്ഞാൽ ഇവൻ ഇങ്ങോട്ട് QR കോഡ് ഇടും, കണ്ട കടകളിലോട്ടൊക്കെ ഞാൻ പൈസ അയച്ചു കൊടുക്കും. ഇത് തന്നെയായിരുന്നു പരിപാടി. കുറേ പൈസ അവളെ കൊണ്ടുപോയി തിന്നിട്ടുണ്ട്. അവളെ ഞാൻ ഒരു പക്ഷേ ബോഡി ഷെയിം ചെയ്യുന്നതല്ല. കാരണം എന്നെ സംബന്ധിച്ച് അവൻ എന്നിലും നല്ലതായിട്ട് അവളെ എന്തെങ്കിലും കണ്ടു കാണും. കാരണം വേലി ചാടിയ പശു കോലുകൊണ്ടേ തീരുവോളെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവൻ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കേസല്ല. ഒരു പെണ്ണുമായി ഈ ഇവളുമായിട്ടുള്ള റിലേഷനും അല്ല. ഇതിന് മുന്നേ ഇവന്റെ സ്വന്തം അപ്പച്ചിയുടെ മോളുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് കൂടെ കിടക്കുന്ന ഞങ്ങളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ട്. അതിന് മുന്നേ തന്നെ കരികിൽമൂഴിലുള്ള ഒരു പുള്ളിയുടെ, ഞാൻ പേര് എടുത്ത് പറയുന്നില്ല, അവിടെ ഉള്ള ഒരു വ്യക്തിയുടെ ഒരു സ്ഥാപനം നടന്ന വ്യക്തിയുടെ മകളുമായിട്ട് വെച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് അവളുമായിട്ട് ഇതുപോലെ സെറ്റപ്പ് ആയിരുന്നു. ഇതിനകത്ത് ഈ പറഞ്ഞ ആ ഒരു വീഡിയോ, അതായത് അപ്പച്ചിയുടെ മോളുമായിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. അത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തു. ഏകദേശം 2 ദിവസം അത് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്തുണ്ടായിരുന്നു. പിന്നീട് അത് ഡിലീറ്റ് ചെയ്തു. അന്നും ഈ ഒരു വിഷയം നല്ല രീതിക്ക് ചർച്ചയായതായിരുന്നു. പക്ഷേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരും ഇത് എടുത്തില്ല എന്നുള്ളൂ. അന്ന് അത്യാവശ്യം ആ ഒരു വിഷ്ണു എന്ന് പറയുന്ന വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ എക്സ്പോസ് ആയതാണ്.
ഇതുപോലെ ബഹളം ഉണ്ടാക്കി. ഞാൻ എത്ര പെണ്ണുങ്ങളുടെ വീട്ടിൽ ചെന്നാൽ ഞാൻ ബഹളം ഉണ്ടാക്കുന്നത്. ഞാൻ എന്തര ഈരാറ്റുപേട്ടയിലുള്ളൊരുത്തി ഉണ്ടായിരുന്നു, ദേവിക ബിജു എന്ന് പറയുന്നത്, അവളുടെ കേസ് കെട്ടി ഞാൻ പിടിച്ചു. അതുപോലെ തന്നെ മണിമനയിലുള്ള മീനു എന്ന് പറയുന്ന ഒരു കേസ് കെട്ടി ഞാൻ പിടിച്ചു. തിരുവല്ലയിലുള്ള 5 മക്കളുള്ള ഒരു അഞ്ജു എന്ന് പറയുന്നത്, ഒരു ഐക്കില്ലർ എന്ന് പറയുന്നത്. ഞാൻ എന്തൊരു കേസുകളാണ് ഞാൻ പിടിക്കുന്നത്. ഞാൻ ഇതൊന്നും പറയാതിരിക്കുമ്പോൾ ഇതൊന്നും ഞാൻ പുറത്തോട്ട് പറയുന്നില്ല. അപ്പൊ ശില്പ മോശക്കാരി. പിന്നെ ഞാൻ വഴക്കും ബഹളം വെക്കുമ്പോൾ എനിക്ക് സൗണ്ട് ഇച്ചിരി കൂടും. അപ്പൊ ഞാൻ ബഹളക്കാരി, ഞാൻ പ്രശ്നക്കാരി. ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് സൗണ്ട് പുറത്തോട്ട് വരുമ്പോൾ ഞാൻ ഇവിടുത്തെ വലിയ വിഷയക്കാരി. നിങ്ങളിതൊന്നും അറിയുന്നില്ല. എന്നിട്ട് ഞാൻ ആ ഓട്ടോ മേടിച്ചു കൊടുത്ത ഓട്ടോ ഇവ 3 തവണ കൊണ്ട് ഇടിപ്പിച്ചു. 3 തവണ. ഒരു പ്രാവശ്യം കുറുവാമൂഴിയിൽ ഒരു പമ്പിന്റെ ഓപ്പോസിറ്റ് പോസ്റ്റിയെ കൊണ്ടിടിപ്പിച്ചു. ഈ വണ്ടി ഇടിപ്പിച്ച ആ വണ്ടി ഇടിച്ചാകാതെ ഇങ്ങനെ പോകരി കിടന്ന ഫോൺ കാണാതെ പോയി. പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവന് ഫോൺ മേടിച്ചു കൊടുത്തു. എല്ലാം എന്നെ പറഞ്ഞാൽ മതിയല്ലോ, എന്നെ പറഞ്ഞാൽ മതി. അതുപോലെ അവൻ നിന്നെ ഒരു ഭാര്യയായിട്ടല്ല കണ്ടത്, പണം കായ്ക്കുന്ന ഒരു മരമായിട്ടാണ് കണ്ടത്. അവന് ക്യാഷിന് ആവശ്യം ഉള്ളപ്പോഴത്തേക്ക് നിന്നെ വിളിക്കും, നീ ക്യാഷ് ഇട്ട് കൊടുക്കും. അവൻ അതുകൊണ്ട് കണ്ട പെൺപിള്ളാരുടെ പുറകെ പോകും. തെറ്റ് നിന്റെ ഭാഗത്ത് തന്നെയാണ്. പണിയെടുത്ത് ജീവിക്കണം നാറി എന്ന് നിങ്ങൾ പറയാനുള്ള തന്റെ ഇടം കാണിക്കണമായിരുന്നു. അതുപോലെ രണ്ടാമത്തെ പ്രാവശ്യം കരിങ്കല് മൂവിയിൽ ഒരു സൂര്യബർബർ എന്ന് പറഞ്ഞ മുടിവെട്ടുകാരെ കണ്ട. അതിന് ഇപ്പുറത്ത് ഒരു കടയിലോട്ട് ഇവൻ ബായിക്ക് കൊണ്ട് കയറ്റി അങ്ങ് ഇടിച്ചു കൊടുത്തു. അവരുടെ ഗ്ലാസ് തകർന്നു. അതിന്റെ പൈസ ഞാൻ കൊടുത്തു. 3ാമത്തെ തവണ ഇവൻ എവിടെയോ കൊണ്ടിരിപ്പിച്ചു. 4ാമത്തെ തവണ ഇടിക്കാനുള്ള ഞാൻ അവസരം കൊടുത്തില്ല. ഞാൻ വണ്ടി തിരിച്ച് എന്നെ എക്സിനെ കൊണ്ടിരിപ്പിച്ചു. കാരണം കടകളോ സ്ഥാപനങ്ങളോ നശിപ്പിച്ച് എനിക്ക് അതിന് പൈസ കൊടുത്ത് പരിഹരിക്കാൻ പറ്റും. ഒരു മനുഷ്യനെ ഇടിച്ച് കൊന്നാൽ എനിക്ക് ആ മനുഷ്യന്റെ ജീവന് തിരിച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ നല്ലതും ചീത്തയും പറയുന്നവരുണ്ട്. ശില്പയുടെ കയ്യിരിപ്പ് കൊണ്ടാണെന്നോ അല്ലെങ്കിൽ ഒരാളുടെ ഭാഗം വിഷ്ണുവിന്റെ കുഴപ്പം കൊണ്ടല്ല, ശില്പ കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ എന്റെ ഭാഗം ഞാൻ പറയട്ടെ, നമ്മൾ നീതി തേടി ചെല്ലുന്ന പോലീസുകാർ പോലും അത് മനസ്സിലാക്കുന്നു. അവർക്ക് അതിന്റെ ആവശ്യമില്ലായിരിക്കാം. കാരണം ഇപ്പം അവര് എന്നെ പറഞ്ഞ ഇപ്പൊ സത്യം പറയില്ല, എരുമേലി പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പൈസ കൊടുക്കുന്ന അങ്ങോട്ട് ചെയ്യുന്നവരാ. ഉള്ള കാര്യം പറയാമല്ലോ, വാദിയെ പ്രതിയാക്കുന്നവരാ. അവരായിരുന്നു സ്ഥിരം അവിടുത്തെ ബീവറേജിൽ ഓട്ടം പൊക്കൊണ്ടിരുന്നത്. അപ്പൊ അവനോട് സ്പെഷ്യാലിറ്റി ഉള്ള കുറച്ച് പോലീസുകാരോടുണ്ട്. അവർ അവന്റെ ഭാഗം താങ്ങി സംസാരിക്കത്തുള്ളൂ. ഇന്നലെ ചെന്നപ്പോഴാണെങ്കിൽ പോലും അവരുടെ സംസാരം ഞാൻ എവിടെയോ ഒളിച്ചോടിപ്പോയി, എന്നെ പിടിച്ചോണ്ട് വന്നു, എന്നെ എന്റെ കാമുകനെയും കൂടെ എന്നുള്ളൊരു ബേസിലായിരുന്നു സംസാരം മൊത്തം. ഇന്നലെ പ്രൊട്ടക്ട് ചെയ്തത് മൊത്തം അവളെയായിരുന്നു. ആയിക്കോട്ടെ, അവർക്ക് പ്രായപൂർത്തിയായവർ അവനെ അവളെങ്കിൽ അവർ ഒരുമിച്ച് ജീവിച്ചോട്ടെ. എന്റെ കയ്യിൽ നിന്ന് കുറെ കാശ് ഇവൻ മേടിച്ച് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവൻ പോയ പോക്കൻ എന്റെ വണ്ടിക്കകത്ത്, വണ്ടിയുടെ എഞ്ചിൻ എന്റെ ഓട്ടോയ്ക്കകത്ത് മണല് വാരിയിട്ടു. അതിന്റെ പിസ്റ്റൽ വരെ അടിച്ചു പോയായിരുന്നു. അത് അദ്ദേഹത്തെ കൊണ്ട് അഴിച്ചു നോക്കിയപ്പോ അറിയാവോ. കാരണം അങ്ങനെ കുറെ ദ്രോഹങ്ങൾ എന്നോട് ഇവൻ ചെയ്തിട്ടുണ്ട്. 31,000 രൂപ കൊടുത്ത് അതിന്റെ എഞ്ചിൻ മണ്ണ് ഇറക്കിയത്. കുറെ ശോഭകേട് എന്നോട് ഇവൻ ചെയ്തിട്ടാ പോയത് ഇവർക്ക് വേണ്ടിയിട്ട്, ഇവളുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. 1 വർഷത്തോളമായി ഇവളുടെ പേര് പറഞ്ഞ് ഞങ്ങൾ ഒന്ന് വഴക്കുണ്ടാവാൻ തുടങ്ങിയിട്ട് ഈ വീട്ടില്. കാര്യങ്ങൾ അറിയാതെ ആരും കമന്റുകൾ ഇടരുത്. ഇവനെ പോലുള്ള കാവടി മക്കളെയൊക്കെ വിശ്വസിച്ച് ഇറങ്ങി പോകുന്ന പെൺകുട്ടികളാണ് പറയാനുള്ളത്. നിങ്ങളുള്ള ടൈമിൽ പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിച്ച് നിങ്ങളുടെ ലൈഫ് സെറ്റിലാക്കാൻ നോക്കുക. അല്ലാതെ കണ്ടവന്മാരെ കണ്ട് ഇതേണൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് മൂഞ്ചി തെറ്റി വീട്ടിൽ ഇരിക്കേണ്ടവരും. ഇപ്പൊ ഈ ഒരു പെൺകുട്ടിക്ക് ജോലിയുണ്ട്, ഈ പെൺകുട്ടിയാണ് ഇത്രയും കാലം ആ ഒരു കുടുംബം ഓടിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ പോയാലും ഇവക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഇവക്ക് ജീവിക്കാൻ അറിയാം. ഇത്രയും കാലം ഇവനെപ്പോലെ ഒരു മുതുവാഴയെ നോക്കി തീറ്റിപ്പോറ്റിയ ഒരു വ്യക്തിയാണ് ഈ ശില്പ എന്ന് പറയുന്ന പെൺകുട്ടി. അതുകൊണ്ട് തന്നെ ഇവക്ക് ജീവിക്കാൻ അറിയാം. അതേപോലെ ആയിരിക്കില്ല മറ്റു പെൺകുട്ടികളുടെ അവസ്ഥ. അതുകൊണ്ടാണ് പറയുന്നത്, പഠിക്കാൻ വിടുന്ന പ്രായത്തിൽ മാക്സിമം പഠിച്ച് ലൈഫ് സെറ്റിലാക്കാൻ നോക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരുത്തനൊന്ന് ചിരിച്ചു കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പുറകെ ഓടിക്കഴിഞ്ഞാൽ ഗോപി കഴിക്കും. അപ്പൊ ശരിയാണ്, ബൈ.